നമസ്കാരം. സരസ്വതി എക്കോ ഫാമിൻ്റെ എക്കോപോണിക്സ് കൃഷി കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ ഗ്രോ ബെഡിൽ നട്ടിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ജീര വിളവെടുക്കുന്നുണ്ട്. ജീരയൊക്കെ ധാരാളം നമുക്ക് കിട്ടി. അയൽവക്കത്തുള്ളവർക്കെല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ ഗ്രോ ബെഡിൻ്റെ വീതി ഏകദേശം 2.5 അടിയോളം വരും. ഗ്രോ ബെഡിൻ്റെ വീതി. അതുപോലെ ഇപ്പോൾ ഈ പച്ചക്കറി തൈ നട്ടിരിക്കുന്ന ഒരു സ്പേസിൻ്റെ ഒരു അളവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് എടുത്ത് ഇത് അളന്നിരിക്കുന്നത്. അപ്പോൾ 2.5 അടി വീതി, ഏകദേശം 2 അടി ഓളം നീളത്തിൽ, അല്ലെങ്കിൽ 2.5 അടി തന്നെ ഉദ്ദേശിക്കുക. 2.5ക്ക് 2.5 അടി സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് എത്രത്തോളം പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. വഴുതന നട്ടിട്ടുണ്ട്. അപ്പോൾ വഴുതന നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ മൂട്ടിൽ കുറച്ച് സ്പേസിൻ്റെ അകത്ത് നട്ടിട്ടുമില്ല. അപ്പോൾ 1, 2 വഴുതന, ഇതൊന്ന് 3 വഴുതന, 4, 5, 6 തൈ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇത് കൂട്ടി ഒരെണ്ണം വളർന്നു വന്നപ്പോൾ ചെറുതായിപ്പോയത് 6. പയറിൻ്റെ മൂടാണ് നിൽക്കുന്നത്. 7, 8, 9, 10, 11, 12, 13 തൈ. അതുപോലെ കോവൽ 14, വഴുതന തന്നെ 15, 16, അപ്പുറത്ത് തന്നെ കോവൽ 17, 18, 19, 20 തൈ. 20 ഓളം തൈ. 20 തൈ നമ്മൾ ഈ 2.5 സ്ക്വയർ ഫീറ്റിൽ നട്ടിട്ടുണ്ട്. 20 തൈ. മണ്ണിലാണെങ്കിൽ ഇത് സാധ്യമാവുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ 2.5 സ്ക്വയർ ഫീറ്റിൽ 20ഓളം പച്ചക്കറി തൈകൾ, വഴുതന ആണ് കൂടുതൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ വന്നിരിക്കുന്നത്. കോവൽ നട്ടിട്ടുണ്ട്, പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ അക്വാപോണിക്സിൽ മാത്രം സാധ്യമാകുന്ന ഒരു പ്രത്യേകത, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. കാര്യം മണ്ണും അല്ല കൃഷി ചെയ്തിരിക്കുന്ന അക്വാപോണിക്സിൽ ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ പയറിൻ്റെയൊക്കെ ഇലയുടെ വലിപ്പം, അതുപോലെ വഴുതനയുടെ ഇലയുടെയൊക്കെ വലിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം യാതൊരു മത്സരവും ഇല്ലാതാണ് ഇവിടെ ചെടി വളരുന്നത്. കാര്യം അതിൻ്റെ മൂട്ടിൽ വളവും വെള്ളവും എല്ലാം കൃത്യമായ അളവിൽ കിട്ടുന്നത് കാരണം നന്നായിട്ട് ഇത് തഴച്ച് വളരും. ഇപ്പോൾ ഒരു 2.5 സ്ക്വയർ ഫീറ്റ് 20ഓളം പച്ചക്കറി തൈകൾ നട്ടാണ് അക്വാപോണിക്സിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം. അപ്പോൾ കോവലയിലൊക്കെ പൂ വന്നിട്ടുണ്ട്, പയറയിലും ഒക്കെ പൂ വന്നിട്ടുണ്ട്. അക്വാപോണിക്സിൻ്റെ ഒരു പ്രത്യേകത, വളരെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ പച്ചക്കറി ഈ തൈകൾ അല്ലെങ്കിൽ പച്ചക്കറി നമുക്ക് നടാം. ഒരു 2.5 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, 2 സ്ക്വയർ ഫീറ്റിന് 20ഓളം തൈകൾ നട്ടിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് ആ ഒരു സ്പേസ് മാത്രം നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് ആണ്. ഇനി നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു വിളവെടുപ്പ്, നമ്മുടെ ഇതിൻ്റെ അകത്തിപ്പം പാവലിനൊക്കെ പേപ്പർ കുത്തിയിട്ടിട്ടുണ്ട്. കുക്കുംബറൊക്കെ ഇടയ്ക്ക് പറിക്കുന്നുണ്ട്. പിന്നെ കായ്ച്ചയുടെ ആക്രമണം ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ കായ്ച്ചിരുന്ന് കുത്തുന്നു. അപ്പോൾ ഇതിന് കവറിട്ടിട്ടില്ല. അവൻ നന്നായിട്ട് നമുക്കിട്ട് പണി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവലിനൊക്കെ 1-2 പാവയ്ക്കൊക്കെ ഇവൻ കുത്തിക്കളഞ്ഞു. പിന്നെ കായ്ച്ചക്കണി ഇട്ടിട്ടുണ്ട്, ശല്യം. അപ്പോൾ അതാണ് കുറേ അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഡെയിലി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 1 എണ്ണമൊക്കെ വീതം നമുക്ക് കുക്കുംബർ കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ ഓരോന്നും ഇത് നമുക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അക്വാപോണിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് തൂക്കി നോക്കാം എത്രത്തോളം തൂക്കം ഇതിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അക്വാപോണിക്സിൽ മറ്റ് കൃഷിയെ അപേക്ഷിച്ച് മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. വീണ്ടും പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് തൂക്കി നോക്കാം. ത്രാസയിൽ എത്ര കിലോ തൂക്കം ഉണ്ട് ഈ ഒരു കുക്കുംബറിന്, നമ്മൾ പൊട്ടിച്ച കുക്കുംബറിന്. 400 ഗ്രാം തൂക്കമുണ്ട്.
അതായത് യാതൊരു വളവും രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, മറ്റ് ജൈവ വളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മൂട്ടിലിടുന്ന വളമോ ചാണകമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ, കോഴി വളമൊന്നും ഉപയോഗിക്കാതെ 400 ഗ്രാം ആ ഒരു കായ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. അക്വാപോണിക്സിൽ മാത്രം നടക്കുന്നൊരു മാജിക്കാണ് ഈ ഒരു സംഭവം. അപ്പോൾ അക്വാപോണിക്സ് കൃഷി ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് കൂടുതൽ പച്ചക്കറി നടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നന്ദി, നമസ്കാരം.